ആണെന്നുണ്ടെങ്കിലും കാലിട്ടടിക്കേണ്ട ആവശ്യമില്ല, കാലിട്ടടിക്കരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ കാലിലായിരിക്കും ഫിൻ ഉണ്ടാവുക. നിങ്ങളിപ്പോൾ അറിയുന്നവരും അറിയാത്തവരും എന്താണെങ്കിലും കാലിട്ടടിക്കും. അപ്പോൾ നിങ്ങളും കൂടി കാലിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വിമ്മിങ് ആവശ്യമില്ല. അപ്പോൾ നിങ്ങളാണ് സേഫ്. അറിയാവുന്നവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എക്യുപ്മെൻറ്റ്. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? കോൾഡ്, ആസ്മ, ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉറപ്പല്ലേ? എന്ന് വെച്ചാൽ ഇതിന് ഓൾമോസ്റ്റ് എങ്ങനെ പോയാലും ഒരു 10-18 കിലോ വരും മൊത്തം. എക്സ്ട്രാ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ പോകുന്നത്. അപ്പോൾ നടുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, നല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വെയിറ്റ് വന്നാൽ തന്നെ പ്രശ്നമായിരിക്കില്ല. അതുകൊണ്ട് എടുത്ത് ചോദിച്ചാൽ. പക്ഷേ ബോട്ടിൽ നമുക്ക് നിങ്ങളെ പകുതി വെള്ളത്തിൽ ഇറക്കി നിർത്തി, ലാറ്ററിൽ പകുതി വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ട് ഈ സാധനം ഇടിപ്പിച്ചിട്ടാണ് വെള്ളത്തിൽ കൊണ്ടുപോകുക. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് അറിയത്തില്ല. ഇതൊക്കെ പേടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്യുപ്മെൻറ്റ്. സാധനം നമ്മൾ തന്നെ ക്യാരി ചെയ്യണം. അതായത് നിങ്ങൾക്കും ഉണ്ടാവും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടാവും. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഓരോ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സാധനം സ്കൂൾ ബാഗ് ഇടുന്ന പോലെ കണ്ടോ, ലൈഫ് ജാക്കറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതിനകത്ത് നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റും കണ്ടോ. അപ്പോൾ സ്വിമ്മിങ് അറിയില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്തേ കിടക്കുകയുള്ളൂ. നിങ്ങളുടെ ബ്രീത്തിങ് എല്ലാം കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം മാത്രമേ താഴെ കൊണ്ടുപോകും. അതും കയ്യെ കൊണ്ടുപോകും, ഒറ്റടിക്കാണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ സ്കൂൾ ബാഗ് ഇടുന്ന പോലെ ഇടണം. ഓക്കെ, നമ്മൾ നോർമലി ബ്രീത്തിങ് യൂസ് ചെയ്യുന്നത് റെഗുലേറ്റർ കൂടിയിട്ടാണ്. ഓക്കെ, സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലേറ്റർ. നമുക്ക് 2 റെഗുലേറ്റർ ഉണ്ട്. ഒരു ബ്ലാക്കും ഉണ്ട്, യെല്ലോ ഉണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഈ യെല്ലോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസിൽ, അതായത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബ്ലാക്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന സാധനം. രണ്ടും സെയിം തന്നെയാണ്. എടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ താഴെ ചെന്ന് കഴിയുമ്പോൾ സൈഡിൽ കൂടി അടുത്ത റെഗുലേറ്റർ വരുമ്പോഴത്തേക്കും അത് കണ്ട് ഞെട്ടും. വെച്ചിട്ടില്ലാന്നും പറഞ്ഞിട്ട് കൈകാലം അടിച്ച് മേളിൽ വരും. അതായത് ഓൾറെഡി അവരുടെ വായിൽ സാധനം ഉണ്ടാവും. പക്ഷെ അടുത്ത റെഗുലേറ്റർ വരുമ്പോൾ കണ്ണും വെച്ചിങ്ങനെ ഒരു ചേച്ചി ചെയ്താ പുള്ളിക്കാരി ഞെട്ടിയിട്ട് പുള്ളിക്കാരി അനങ്ങുന്നില്ല. എന്നിട്ട് എന്നെ കൊണ്ട് പുള്ളിക്കാരി മേളിൽ വന്നു. ഇത് പറഞ്ഞ റെഗുലേറ്റർ വെച്ചിട്ടില്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചിട്ട് ആളുടെ വായിൽ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് സാധനം വരുമ്പോഴത്തേക്കും കണ്ട് പേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞ 2 റെഗുലേറ്റർ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഇതെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കൊരു ഗ്രിപ്പ് കണ്ടോ, ബൈക്കിംഗ് പാഡ് ഉണ്ട് ഇതിൻ്റെ നടുക്ക് കണ്ടോ. ഈ 2 സാധനം നമ്മുടെ ഈ ജോസ് വെച്ചിട്ട് കടിച്ചു പിടിക്കും. ജോസ് എന്ന് വെച്ചാൽ ജോസ് വരെ എത്തില്ല, ഈ ഒരു പോർഷൻ വെച്ചിട്ട് കടിച്ചു പിടിക്കും. ആ